വെറ്റിലയ്ക്ക് മതിയായ വില ലഭിക്കാത്തതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. വിലയിടിവിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് വെറ്റിലക്കെട്ടുകളാണ് കൊട്ടാരക്കരയിലെ കലയപുരം മാർക്കറ്റിൽ കർഷകർ ഡീസൽ ഒഴിച്ച് നശിപ്പിച്ചത്. ഒരു കാലത്ത് കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതായിരുന്നു വെറ്റില കൃഷി. കൊല്ലത്ത് കുളക്കട, മൈലം, പട്ടാഴി, തലവൂർ എന്നീ 4 പഞ്ചായത്തുകളിൽ മാത്രം നൂറുകണക്കിന് കർഷകരാണ് വെറ്റില കൃഷി ഉപജീവനമാക്കിയിട്ടുള്ളത്. 80 വെറ്റില വീതമുള്ള നൂറുകണക്കിന് വെറ്റിലക്കെട്ടുകളുമായാണ് കർഷകർ പതിവായി കലയപുരം ചന്തയിലെത്തുക. ഇടനില വ്യാപാരികൾ കെട്ടൊന്നിന് 90 രൂപയ്ക്ക് വരെയാണ് വിൽപ്പന നടത്തുക. ഈ വെറ്റില വെറും 10 രൂപ നൽകി ശേഖരിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രതിഷേധമുയർന്നത്. കടുത്ത ചൂഷണമെന്ന് കർഷകർ. കഴിഞ്ഞ വർഷം 300 രൂപ എന്ന സ്ഥാനത്താണ് ഇപ്പം 60 രൂപ, 50 രൂപ, 40 രൂപ എന്ന രീതിയിൽ വെറ്റയുടെ വില പോകുന്നത്. ഇത് വലിയൊരു മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇതിപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇത് കർഷകരെ മൊത്തം ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചന്തകളിലും വരുന്ന ഇടനിലക്കാരാണ് ഇതിനകത്ത് ലാഭങ്ങൾ കൊയ്യുന്നത്. കർഷകർ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടുകയാണ്. ഒരു കെട്ടിന് ശരാശരി 70 രൂപ വരെ കിട്ടേണ്ടിടത്താണ് ഇടനിലക്കാർ 10 രൂപ പറഞ്ഞതോടെ ഉൽപാദന ചെലവ് പോലും മുതലാകാതെ കർഷകർ 7500ഓളം കെട്ട് വെറ്റില ഡീസൽ ഒഴിച്ച് നശിപ്പിച്ചത്. ഒരു കെട്ട് വെറ്റയ്ക്ക് 10 രൂപ വില അവർ പറഞ്ഞു. നമ്മൾ പറഞ്ഞു 10 രൂപയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇത് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവരെ 90, 100, 120 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ കൃഷിക്കാരെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നൊരു നിലപാട് ഈ മുതലാളിമാരെടുത്തപ്പം നമ്മൾ കൃഷിക്കാരെന്ന നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വ്യക്തികൾ പോലും വെറ്റ തരുന്നില്ല, ഞങ്ങൾ ചന്തയെ ഇത് ഉപേക്ഷിച്ചിട്ട് പോകുക എന്നൊരു നിലപാട് ഞങ്ങൾ എടുക്കുകയും ഞങ്ങളെല്ലാവരും കൂടെ ഇതിവിടെ വാരി കൂട്ടി ഡീസൽ ഒഴിക്കുകയും ചെയ്തു. മതിയായ വില ലഭിക്കാത്തതിനാൽ പല കർഷകരും വെറ്റില കൃഷിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. 24 കൊട്ടാരക്കര.